UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ്, VD സതീശന്റെ ആദ്യ ബജറ്റിന്റെ അവതരണത്തിന് നിമിഷങ്ങൾ മാത്രം ബാക്കി. കേരളം ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ബജറ്റ് അവതരണം തുടങ്ങാൻ 1 മിനിറ്റ് മാത്രമാണ് ബാക്കി. അല്പസമയത്തിനകം സ്പീക്കർ തന്റെ ഡയസിലേക്ക് എത്തും. അതോടുകൂടി സഭാ നടപടികൾ ആരംഭിക്കും. ഏതായാലും അല്പസമയത്തിനകം ബജറ്റ് അവതരണം ആരംഭിക്കും. മണി 8:59 കഴിഞ്ഞു. ഇപ്പോൾ അല്പസമയത്തിനകം സ്പീക്കർ സഭയിലേക്ക് എത്തും. തുടർന്ന് ബജറ്റ് അവതരണത്തിലുള്ള ക്രമീകരണങ്ങൾ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിസ്മയങ്ങൾ കാക്കുകയാണ് കേരളം. എന്തൊക്കെയാണ് സതീശൻ ഈ ധനപ്രതിസന്ധിക്കിടയിൽ, വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ കേരളത്തിനായി കാത്തുവെച്ചിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വലിയ തോതിലുള്ള പ്രതീക്ഷ കേരളത്തിന് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതുകൂടി മനസ്സിലാക്കണം. ഇപ്പോൾ സ്പീക്കർ സഭയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. ഒന്നാം സതീശൻ സർക്കാരിൻ്റെ ആദ്യത്തെ ബജറ്റിലേക്ക് കേരളം ആകാംക്ഷയോടെ കാതോർക്കുന്നതാണ്. സ്പീക്കർ സഭയിലേക്ക് എത്തുകയാണ്. ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ, ഓർഡർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങേക്ക് 2026-27 മുതൽ 2028-29 വരെയുള്ള പുതുക്കിയ മീഡിയം ടേം ഫിസ്ക്കൽ പോളിസി സ്റ്റേറ്റ്മെന്റ്, മീഡിയം ടേം ഫിസ്ക്കൽ പ്ലാൻ, 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ വാർഷിക ധനവിവര പത്രിക എന്നിവ മേശപ്പുറത്ത് വയ്ക്കാവുന്നതും 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കാവുന്നതുമാണ്. സർ, 2026-27 മുതൽ 2028-29 വരെയുള്ള പുതുക്കിയ മീഡിയം ടേം ഫിസ്ക്കൽ പോളിസി സ്റ്റേറ്റ്മെന്റ്, മീഡിയം ടേം ഫിസ്ക്കൽ പ്ലാൻ, 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ വാർഷിക ധനവിവര പത്രിക എന്നിവ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. സർ, കേരള സംസ്ഥാനത്തിൻ്റെ 2026-27 പുതുക്കിയ ബജറ്റ് ഞാൻ നിയമസഭയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. UDF സർക്കാരിൻ്റെ ഈ പുതുക്കിയ ബജറ്റ് അടുത്ത 5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു ദിശ സൂചികയായിരിക്കും. വ്യക്തവും നിർണായകവുമായ ജനവിധിയോടെയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ പൊതുജനാരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹ്യ മേഖലകൾ എന്നിവ സമീപകാലത്ത് കടുത്ത വെല്ലുവിളികളും സമ്മർദ്ദങ്ങളും നേരിടുകയാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ വികസന സൂചികകൾ കുറച്ചു വർഷങ്ങളായി സ്തംഭനാവസ്ഥയിലുള്ളവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് സാമൂഹ്യനീതിയോട് കൂടിയ സാമ്പത്തിക വളർച്ചയും പാരിസ്ഥിതിക ഉത്തരവാദിത്വത്തോടു കൂടിയ ആധുനിക അടിസ്ഥാന സൗകര്യ വികസനവും സമന്വയിപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലെ പുതുയുഗ കേരളം സൃഷ്ടിക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. തീർപ്പാകാതെയുള്ള പ്രതിബദ്ധതകളും സാമ്പത്തിക ബാധ്യതകളും ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന്റെ നിലവിലെ യഥാർത്ഥ ധനസ്ഥിതിയെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുന്നതിനും സുതാര്യവും ഉത്തരവാദിത്വപൂർണ്ണ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.